ദുബായിൽ പോയിട്ടുണ്ടോ? ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ? അത് മാത്രമല്ല, സെക്കൻഡ് പ്രൈസ് ആയി 1 ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ 4 പേർക്കും, കൂടാതെ ആഴ്ച തോറുമുള്ള വിവിധ തെരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം. ഈ ഓണത്തിന് റോയലിൽ ഓഫറുകളുടെ പൊട്ടിപ്പൂരം. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. അപ്പൊ എങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം, ഒത്തിരി ലാഭിക്കാം, കീശ കാലിയാവാതെ. പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് രംഗത്ത്. CPM-നെ സഹായിക്കാൻ സെക്രട്ടറി കൃത്രിമം കാണിച്ചുവെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു. പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത്. മാസങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലെ ന്യൂനതകൾ പരിഹരിക്കാതെയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നും ഇത് CPM-നെ സഹായിക്കാനാണെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്ഥിരതാമസക്കാരല്ലാത്തവരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനായി അപേക്ഷ നൽകിയിട്ടും നാമമാത്രമായവരെ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂവെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. വീട്ടു നമ്പർ 0 ചേർത്തത് വോട്ടർമാരെ കണ്ടെത്തുന്നത് ഒഴിവാക്കാനാണെന്നും നഗരസഭയിലെ വാസഗൃഹങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. CPM-ന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്നും ജലീൽ അറിയിച്ചു. ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് കാസിം, മാമുക്കോയ തർമൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം നഗരസഭയുടെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കരട് വോട്ടർ പട്ടികയിൽ ധാരാളം അപാകതകളുണ്ടായി. ഈ അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു കൃത്യമായ വോട്ടർ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കരട് വോട്ടർ പട്ടികയെക്കാളും ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങിയിട്ടുള്ളത്. ഈ കരട് വോട്ടർ പട്ടികയിൽ ഓരോ ഭാഗത്തും നമ്മൾ ഫോം നമ്പർ 5 അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. ഈ അതാത് ഭാഗങ്ങളിൽ വോട്ടർമാരല്ലാത്തവരെ മാറ്റുന്നതിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയിൽ നമ്മൾ വാർഡ് നമ്പർ 9, 10, 11 വാർഡുകളിലായിട്ട് നമ്മൾ അപേക്ഷ നൽകി. അപേക്ഷ നൽകിയത് 9-ാം വാർഡിൽ 84 അപേക്ഷ നൽകി. 9-ാം വാർഡിൽ 10-ാം വാർഡിൽ 94 അപേക്ഷ നൽകിയത്. 11-ാം വാർഡിൽ 53 അപേക്ഷ നൽകിയത്. ഇത് പ്രകാരം നീക്കം ചെയ്തത് യഥാർത്ഥമായ ആ വാർഡിൽ താമസമില്ലാത്ത ആളുകളെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമാനുസൃതം ഫോം നമ്പർ 5 അപേക്ഷ നൽകിയപ്പോൾ അത് അന്വേഷണം നടത്തി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിന് പകരം അന്വേഷണ റിപ്പോർട്ട് ഈ താമസമില്ല എന്ന് ഇരിക്കെ അവരെ നിലനിർത്തിയിരിക്കും. കേവലം 9-ാം വാർഡിൽ നിന്ന് മാറ്റം ചെയ്തത് 5 ആളെ മാത്രം നീക്കം ചെയ്തു. 84 അപേക്ഷ കൊടുത്തപ്പോൾ 5 പേരെ മാത്രമാണ് 9-ാം വാർഡിൽ നിന്ന് നീക്കം ചെയ്തത്. 94 അപേക്ഷകൾ ഈ 10-ാം വാർഡിൽ നൽകിയപ്പോൾ 51 പേരെ നീക്കം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ 11-ാം വാർഡ്, കഴിഞ്ഞ 10-ാം വാർഡിലെ 11-ാം വാർഡിൽ 53 അപേക്ഷകളാണ് നമ്മൾ നൽകിയത്. 7 പേരെ മാത്രമാണ് നീക്കം ചെയ്തത്. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിലുള്ള കൃത്രിമം CPM-ന് വേണ്ടി കാണിച്ചു. മാത്രമല്ല ഈ പല ഭാഗങ്ങളിലുള്ള ഈ ലീഗ് വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ UDF വിരുദ്ധ വോട്ടുകൾ CPM-ന് അനുകൂലമായി ലഭിക്കുന്ന വോട്ടുകളൊക്കെ ഈ വാർഡുകളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുക. ഈ അതിന് വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പോലെ തന്നെ ഈ 10-ാം വാർഡ് ഈസ്റ്റ് ഒറ്റപ്പാലം 10-ാം വാർഡിൽ 37 വോട്ടുകൾ ഈ പുതുതായി ചേർത്തത് 168 വോട്ടുകളാണ് ആ വാർഡ് ചേർത്തുള്ളത്. അതിൽ 37 വോട്ടുകൾ 0 വീട് നമ്പർ എന്ന നമ്പറിലാണ് ചേർത്തത്. 0 നമ്പർ സ്വാഭാവികമായിട്ട് നൽകാൻ സാധ്യതകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. പക്ഷെ വീട്ടു നമ്പർ ഉണ്ടായിരിക്കെ ആ 0 നമ്പർ ചേർക്കുന്നത് വോട്ടർമാരെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരം കൃത്രിമമായ രീതിയിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാസഗൃഹങ്ങളുടെ യഥാർത്ഥ നമ്പർ മറച്ചു വെച്ചു. യഥാർത്ഥ 6000-ഓളം വരുന്ന വീടുകളെ മറച്ചു വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു വോട്ടർ പട്ടികയാണ് ഉണ്ടാക്കിയത്. ന്യൂസ് ഡെസ്ക് CCV.